ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിലും വിജയം നൽകുന്ന ഒരു ദേവിയാണ് ശ്രീ വരാഹി ദേവി. ശ്രീ വരാഹി ദേവിയുടെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് മന്ത്രങ്ങളാണ്, അതായത് നാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഏതൊരു ആവശ്യത്തിനും, അതായത് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നമുക്കത് അനുയോജ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗുണം വരും. അതിൽ ഓം ശത്രുനാശിനി നമ എന്നുള്ള ഒരു നാമമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രു എത്ര വലിയ ഒരാളാണെങ്കിലും അല്ലെങ്കിൽ എത്ര അധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു സാഹചര്യം വരും. നിത്യമായിട്ട് അത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഓം വിശ്വേശ്വരിയെ നമ. സകല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവതി എല്ലാ കാര്യങ്ങളിലും എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓം വരാഹിയെ നമ. ഭഗവതിയെ നല്ല രീതിയിൽ സ്തുതിക്കുകയാണ്, നമ്മൾ വണങ്ങുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന വഴി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓം മഹാമായേ നമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സകല കാര്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി എന്നെ അനുഗ്രഹിക്കണം. ഇഷ്ടാർത്ഥദായിന്യേ നമ. ഓം ഇഷ്ടാർത്ഥദായിന്യേ നമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതാണ് നമുക്ക് നേടിത്തരും. അതുപോലെ തന്നെ നമുക്ക് ഓം പരമായേ നമ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സകല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവതിയാണ്. അപ്പോൾ ഇന്ന കാര്യം എന്ന് പറയാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നിറഞ്ഞു നിന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓം വിദ്യായേ നമ എന്നുള്ള മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഓം കാളി ഗായേ നമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളിഭാവത്തിൽ ഭഗവതിയെ ഒരു ശത്രുവിനെ ജയിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നൃത്തങ്ങൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജയിക്കാൻ നമുക്കത് ചൊല്ലാം. അതുപോലെ തന്നെ ഓം ജയ വൈരഭ്യേ നമ എന്നുള്ളതും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓം അശുഭവാരിണ്യേ നമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശുഭമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓം മഹിഷാസനയേ നമ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള ദുരിതങ്ങളെല്ലാം തീർത്ത് ആ ഒരു ശത്രുവിനെ എല്ലാം തീർത്ത് നല്ല രീതിയിൽ നമുക്ക് വിജയിച്ച് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓം സ്വപ്നവാരാഹിയേ നമ. ഓം ഭഗവതിയെ നമ. ഓം ഈശ്വരിയെ നമ എന്നുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചൊല്ലാവുന്ന മന്ത്രങ്ങളാണ്. ഓം വാരാഹിയേ നമ, ഓം വരാഹിയേ നമ, ഓം വരാഹിയേ നമ എന്നുള്ള മന്ത്രമാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. എല്ലാ മന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചൊല്ലി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.